ഹലോ ഓൾ നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളെ പറ്റിയിട്ടാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ സെലക്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കറിയാം ഓൾ ഇന്ത്യ കോട്ടയിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളൊന്നും അവൈലബിൾ അല്ല. കേരള കോട്ടയിലാണ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ വരിക. കേരള റിസൾട്ട് വന്ന് ഇനി അടുത്തത് നമുക്ക് സെൽഫ് ഫിനാൻസിങ്ങിലൊക്കെ സീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന കൺഫ്യൂഷൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എനിക്കൊരു 3-4 ടോപ്പിക്കുകൾ പറയാനുണ്ട്. അതിൽ ഏറ്റവും ഒന്നാമത്തെ ടോപ്പിക് ഡെഫിനറ്റ് ആയിട്ടും സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ പ്രിഫറൻസ് ഓർഡറാണ്. നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ടാവും ഏത് ഓർഡറിലാണ് എടുക്കുക എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു ടോപ്പിക് പറയാനുള്ളത് ഗവൺമെന്റ് വേഴ്സസ് സെൽഫ് ഫിനാൻസിങ് എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ടാവും, എന്തെല്ലാം വ്യത്യാസങ്ങൾ നമ്മൾ പരിഗണിക്കണം. ഇനി സെൽഫ് ഫിനാൻസിങ് അത്ര മോശമാണോ എന്നുള്ള രൂപത്തിലുള്ള തോട്ടുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വെക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് പരിഗണിക്കാനുണ്ട്. പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീസ് അഫോർഡബിലിറ്റി എങ്ങനെയൊക്കെയാണ് നമ്മളുകൾ നോക്കുക എന്നുള്ളൊരു കാര്യങ്ങളും പിന്നെ കുറച്ചൊരു ഫൈനൽ നമ്മളുടേതായിട്ടുള്ള ഇൻസൈറ്റുകളും സാധനങ്ങളും ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ടാവുക. സോ സപ്പോസ് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ സെൽഫ് ഫിനാൻസിങ് സീറ്റ് മുഴുവനായിട്ടും കാണാം, നിങ്ങൾക്ക് ഒരു ഏകദേശം ധാരണ മുഴുവനായിട്ട് തന്നെ ഫോം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിനെ സഹായിക്കും എന്നുള്ളതാണ് കാര്യം. എൻ്റെ പേര് ഡോക്ടർ ആഷിഖ് എന്നാണ്. ഞാൻ ഡോക്ടറുടെ ഫൗണ്ടറാണ്, അതുപോലെ തന്നെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ആൻഡ് കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ട് നമ്മൾ നീറ്റ് യു ജിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് നീറ്റ് പി ജിയിലും നമ്മൾ അതുപോലെ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നീറ്റ് പി ജിയിൽ നമ്മൾ തന്നെ ആണ് കേരളത്തിൽ ഇപ്പോൾ തൃശ്ശൂർ, പെരിന്തൽമണ്ണ, തൃശ്ശൂർ, കോഴിക്കോട് ഭാഗത്തുള്ള സെന്റേഴ്സിലൊക്കെ ആയിട്ട് നമുക്കൊരു 4000-ഓളം ഡോക്ടേഴ്സ് നീറ്റ് പി ജി എൻട്രൻസിന് വേണ്ടി വർക്ക് ചെയ്യും. ഒരു സിംഗിൾ സെന്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ നീറ്റ് പി ജി റിസൾട്ടുകൾ വാങ്ങുന്ന സെന്ററായിട്ട് കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് നമ്മൾ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ എല്ലാവരും പഠിച്ച ആളുകളെ നേരിട്ട് കാണാനും അവരോട് സംസാരിക്കാനും ഇനി അവരുടെ പി ജി എൻട്രൻസ് കോച്ചിങ്ങിലേക്കോ അല്ലെങ്കിൽ പി ജി എൻട്രൻസിലേക്കൊക്കെ വരുമ്പോഴുള്ള പെർഫോമൻസുകൾ നേരിട്ട് വിറ്റ്നസ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിൻബലത്തിലാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ സാധനങ്ങൾ ഇനി അങ്ങോട്ടേക്ക് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ ടോപ്പിക്കുകളായിട്ട് നമുക്ക് കടന്നു നോക്കി നോക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ദ വെരി ഫസ്റ്റ് ടോപ്പിക് എനിക്ക് പറയാനുള്ളത് സെൽഫ് ഫിനാൻസിങ് കോളേജിന്റെ പ്രയോറിറ്റി ലിസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയായിരിക്കണം ഈ കോളേജിനെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഇതിനെ നമ്മളൊരു 4 കാറ്റഗറികളാക്കി ചെയ്തിട്ടുണ്ട്. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 ആൻഡ് കാറ്റഗറി 4 എന്ന് എല്ലാ കോളേജുകളെയും 4 കാറ്റഗറികളാക്കി തിരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആദ്യമേ പറയട്ടെ, ഈ കാറ്റഗറികളാക്കി തിരിക്കുന്ന സമയത്ത് കാറ്റഗറി 1ലുള്ള കോളേജുകൾ ഏറ്റവും ബെസ്റ്റ് എന്നും ഇത് ഏറ്റവും മോശം എന്നുള്ളൊരു അഭിപ്രായമില്ല. ഇതിന് മുന്നേയുള്ള പല വീഡിയോകളിലും പല സ്ഥലങ്ങളിലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ഇന്ത്യയിലുള്ള എല്ലാ കോളേജുകളും ഇറ്റ് ഈസ് ഗുഡ്. അത് ഗവൺമെന്റിന് അംഗീകാരം കിട്ടാതെ നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. സോ എല്ലാം ഗുഡാണ്. അപ്പോൾ ആരൊക്കെയാണ് ഇതിനകത്ത് കുറച്ചൊരു ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ എക്സ്ട്രാordinary ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ റാങ്ക് ഒരു 10,000 റേഞ്ചിലേക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറയുന്ന കാറ്റഗറി 4 കോളേജുകളായിരിക്കും കിട്ടുന്നുണ്ടാവുക. നിങ്ങൾക്ക് അത്രമേൽ ആഗ്രഹമാണ് MBBS എടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കോളേജുകളിൽ വളരെ സുഖമായിട്ട് അഡ്മിഷൻ എടുക്കാനും പഠിക്കാനും പിന്നീട് നമ്മളുടെ അധ്വാനത്തിന്റെ പുറത്താണ് നമ്മൾക്ക് എത്രത്തോളം ബെറ്റർ ആയിട്ടുള്ള ഡോക്ടർ ആവുക എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുന്നുണ്ടാവുക. ഉറപ്പായിട്ടും കോളേജിൽ റോളുണ്ട്, പക്ഷേ ഇറ്റ്സ് നോട്ട് എ ബിഗ് റോൾ. ബിഗ് റോൾ, മെജോറിറ്റി റോൾ, മേജർ റോൾ നമുക്ക് തന്നെയായിരിക്കും എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ള കാര്യം. സോ ഓരോ കാറ്റഗറിയിലുള്ള കോളേജുകളെ നമുക്ക് ഒന്ന് പരിചയപ്പെട്ട് നോക്കാം എന്നുള്ളതാണ്. കാറ്റഗറി 1 കോളേജുകൾ എക്സെപ്ഷണലി വെല്ലായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ നിലനിൽക്കുകയും വർക്ക് ചെയ്യുകയും അവിടുന്ന് പി ജി എൻട്രൻസിന്റെ സാധ്യതകളൊക്കെ വളരെയധികം കൂടുതൽ കിട്ടുകയും ഒക്കെ ചെയ്യുന്ന കോളേജുകളാണ് നമ്മൾ ഈ പറയുന്ന കാറ്റഗറി 1 കോളേജുകൾ എന്ന് പറയാം. അതിൽ ഒരു കോളേജ് എന്ന് പറഞ്ഞാൽ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ, അത് കാറ്റഗറി 1ൽ നമ്മൾ ഉൾപ്പെടുന്ന കോളേജുകളാണ്. അമല മെഡിക്കൽ കോളേജ് തൃശ്ശൂർ, അതും കാറ്റഗറി 1ലാണ്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ലയിലുള്ള കോളേജാണ്. അതുപോലെ തന്നെ MOIC കോലഞ്ചേരി എറണാകുളത്തുള്ള കോളേജുകൾ. ഈ 4 കോളേജുകൾ നമ്മളുടെ ഒരു കാറ്റഗറി 1 എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്ന കോളേജുകളാണ് ഈ പറയുന്ന 4 കോളേജുകളും. ഇതിനകത്ത് നമ്മൾ ഏറ്റവും അധികം അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളേജുകളിലെല്ലാം ക്ലോസിംഗ് റാങ്ക് ഈ പറയുന്ന എല്ലാ കോളേജുകളും ഒരു 2500 മുതൽ 3000 വരെയൊക്കെയുള്ള റാങ്കുകളിൽ ക്ലോസ് ആയി പോകും. നമ്മുടെ കേരള റാങ്ക് കാറ്റഗറി റാങ്ക് ഒന്നുമല്ല. 2500 മുതൽ 3000 വരെയുള്ള റാങ്കുകളിൽ ഈ പറയുന്ന എല്ലാ കോളേജുകളും ക്ലോസ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഇതുപോലെ തന്നെ ഇതെല്ലാം കേരളത്തിന്റെ മിഡിലിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. കേരളത്തിനെ നമുക്കിങ്ങനെ ഒരു എന്താ പറയുക, കേരളത്തിന്റെ ഒരു മാപ്പ് നമ്മൾ വരച്ച് അതിനെ സപ്പോസ് ഇങ്ങനെ കേരളം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ കേരളത്തിന് ഇങ്ങനത്തെ കേരളം വരച്ചു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ എല്ലാം വരുമെന്നില്ലേ, അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ദിസ് ഈസ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയുള്ള സാധനം. കേരളം ഇങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ നോർത്ത് സോൺ, അതുപോലെ തന്നെ നമുക്ക് മിഡിൽ സോൺ, അതുപോലെ തന്നെ സൗത്ത് സോൺ എന്നുള്ള കാര്യം തിരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നോർത്ത് സോണിൽ നമുക്ക് ഒരു അപ് ടു നമുക്കൊരു വേണ്ടി പറ്റും ഒരു പാലക്കാട് വരെയൊക്കെയുള്ള ആൾക്കാരെ നമുക്ക് ഉൾക്കൊള്ളിക്കാം. മിഡിൽ സോൺ ആണെങ്കിൽ നമുക്കൊരു എന്താ പറയുക, വേണമെങ്കിൽ ഒരു പത്തനംതിട്ട, കോട്ടയം വരെയുള്ള ആൾക്കാർ, കോട്ടയം പത്തനംതിട്ട വരെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതിന്റെ താഴേക്കുള്ള ആളുകൾ ഡെഫിനറ്റ്ലി നമുക്ക് സൗത്ത് സോൺ ആയിട്ട് പരിഗണിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഈ കോളേജിന് തിരഞ്ഞെടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ
യാത്രാ സൗകര്യങ്ങൾ ഈ പറയുന്ന ഓരോ കോളേജുകളിലേക്കും നമ്മൾ എത്താനെടുക്കുന്ന യാത്രാ സൗകര്യങ്ങൾ നമുക്ക് വളരെ കണിശമായിട്ട് തന്നെ നോക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നോർത്ത് സോണിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ വീട് ഇതിലേതെങ്കിലും ഒരു ഭാഗത്ത് ഇവിടെ നോർത്ത് സോണിലുള്ള കുട്ടിയാണെങ്കിൽ നമ്മൾ കഴിവതും നോർത്ത് സോണിലുള്ള ഏറ്റവും ബെറ്റർ കോളേജ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഇനി മിഡിൽ സോണിലുള്ള കുട്ടിയാണെങ്കിൽ മിഡിൽ സോണിലെ തന്നെ കോളേജുകൾ ഏറ്റവും ബെറ്റർ കോളേജുകളിൽ പ്രിഫറൻസ് കൊടുക്കാൻ നോക്കുക എന്നുള്ളതാണ്. സൗത്ത് സോണിലുള്ള കുട്ടിയാണെങ്കിൽ സൗത്ത് സോണിൽ തന്നെ ഏറ്റവും ബെറ്റർ കോളേജ് കൊടുക്കാൻ. കാരണം യാത്ര MBBSന്റെ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം MBBS ഈസ് ലൈക്ക് അതൊരു കോഴ്സ് എന്നല്ല, MBBSന് ഒരു ജീവിതം എന്നാണ് നമ്മൾ പറയുക. 5.5 വർഷം മേ ബി ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായാൽ നിയർ ബൈ 6 വർഷത്തോളം നമ്മളവിടെ ചെലവഴിക്കേണ്ടതാണ്. അപ്പോൾ 6 വർഷത്തോളം നമ്മളുടെ വീടുകളിലേക്ക് പോവുക വരിക, വീട്ടിലെ ആവശ്യങ്ങൾ, നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. നമ്മൾ ചില കുട്ടികളും പേരൻസ് ഒക്കെ പറയുന്നുണ്ടാവും യാത്ര ഒരു പ്രശ്നമേ അല്ല, നമ്മൾ എത്ര ദൂരം വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ റെഡിയാണ്, വെൽ ആൻഡ് ഗുഡ്, വെരി ഗുഡ് ആണ്. നിങ്ങളുടെ മനസ്സാണ് അത് കാണിക്കുന്നുണ്ടാവുക, നിങ്ങൾ അങ്ങനെ യാത്ര ചെയ്യാൻ തയ്യാറാവുന്നത്. പക്ഷെ കുറച്ചുകൂടി കംഫർട്ട് കൂടി ചൂസ് ചെയ്യുന്നത് വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് തരാനുള്ള അവസാനം. അപ്പോൾ യാത്ര ചെയ്താൽ വളരെ അടുത്തെത്തിപ്പെടാൻ വേണ്ടി പറ്റുന്ന കോളേജുകളുണ്ടെങ്കിൽ ഞാൻ ഇനി പറയുന്ന ലിസ്റ്റുകളിൽ അതിന് അങ്ങനത്തെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് കൂടി കൊടുത്ത് മുൻഗണന കൊടുത്ത് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കാര്യം. ഇതിനകത്ത് നമ്മളിപ്പോൾ പറഞ്ഞ കോളേജുകളിൽ പറയുന്ന ഈ കാറ്റഗറി 1 കോളേജുകളെല്ലാം തന്നെ ഇപ്പോൾ ജൂബിലി മിഷൻ, അമല മെഡിക്കൽ കോളേജ്, ജൂബിലി മിഷൻ, അതുപോലെ തന്നെ അമല മെഡിക്കൽ കോളേജ്, ഇതെല്ലാം നമ്മളുടെ മിഡിൽ സോണിൽ വരുന്ന കോളേജാണ്. പുഷ്പഗിരി ഓൾസോ വി ക്യാൻ മിഡിൽ സോൺ എന്ന് പറയാൻ വേണ്ടി പറ്റും. തിരുവല്ലയാണ് വേണമെങ്കിൽ സൗത്ത് സോണിലെ കുട്ടികൾക്കും ഓപ്ഷണലി ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. MOEC കോളേജ് ഡെഫിനറ്റ്ലി എറണാകുളം മിഡിൽ സോണിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ഓർത്തിരിക്കുക അത് ഏത് സോണിലാണ് കോളേജ് വരുന്നത് എന്നുള്ള കാര്യം. ആൻഡ് ഈ ഓരോ കാറ്റഗറിയിലുള്ളിലുള്ള കോളേജുകളും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ എറണാകുളത്തുള്ള ഒരു കുട്ടി ഇപ്പോൾ മേ ബി കോലഞ്ചേരി, എൻ്റെ വീട് മൂവാറ്റുപുഴയാണ്. ഇപ്പോൾ മൂവാറ്റുപുഴയിലുള്ള അല്ലെങ്കിൽ കോലഞ്ചേരി പരിസരത്തുള്ള ഒരു കുട്ടി ജൂബിലി വന്ന് പഠിക്കണോ കോലഞ്ചേരി പഠിക്കണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഏകദേശം ഒരുപോലെ കമ്പയർ ചെയ്യാവുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കോലഞ്ചേരിനെ ഫസ്റ്റ് പ്രിഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി കുറച്ച് കോട്ടയം സൈഡിലേക്ക്, പത്തനംതിട്ട സൈഡിലേക്കുള്ള കുട്ടിയാണെങ്കിൽ ജൂബിലിയിൽ വരണോ പുഷ്പഗിരി മതിയോ എന്ന് വെച്ചാൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ചൂസ് പുഷ്പഗിരി ആസ് യുവർ ഫസ്റ്റ് ഓപ്ഷൻ എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ മിഡിൽ സോണിലാണെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന ലൊക്കേഷൻ പ്രിഫറൻസുകൾ ഒന്ന് കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അത് നിങ്ങളെ ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താണ്. ശരി, അപ്പോൾ ഇനി നമുക്ക് കാറ്റഗറി 2 കോളേജുകൾ നമുക്കൊന്ന് പരിചയപ്പെട്ട് നോക്കാം. കാറ്റഗറി 2 നമ്മൾ മൊത്തത്തിൽ 5 കോളേജുകൾ വെച്ചിട്ടുണ്ട്. ഒന്ന് MES പെരിന്തൽമണ്ണയാണ് ഒരു കോളേജ്. സോമർവെൽ കാരക്കോണം തിരുവനന്തപുരം സൈഡിലേക്ക് സൗത്ത് സോണിലേക്ക് വരും. മലബാർ കോഴിക്കോടുള്ള കോളേജ്, KMCT മെഡിക്കൽ കോളേജ് കോഴിക്കോട്, ഗോകുലം തിരുവനന്തപുരം ആൻഡ് ബിലീവേഴ്സ് ചർച്ച് തിരുവല്ല. ഇത്തരം കോളേജുകൾ നമ്മളൊരു സെക്കൻഡ് കാറ്റഗറിയിൽ വെക്കാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് കാറ്റഗറി സെക്കൻഡ് കാറ്റഗറി തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കോളേജുകൾ 2500-3000 പോവുകയാണെങ്കിൽ MES പെരിന്തൽമണ്ണ, സോമർവെൽ കാരക്കോണം, അതുപോലെ തന്നെ ശ്രീഗോകുലം ആൻഡ് ഒരു ബിലീവേഴ്സ് ചർച്ച്, ഇത്രയും കോളേജുകൾ നമുക്ക് ഏകദേശം ക്ലോസിംഗ് റാങ്ക് വരുന്നത് കുറച്ചും കൂടി ഒരു 5000 റേഞ്ചിലേക്ക് വരുന്നുണ്ടാവും. ഇത് 5000 എന്നുള്ളത് കണിശമായിട്ടുള്ള സാധനം അല്ല പറയുന്നത്. അപ്രോക്സിമേറ്റ്ലി 5000ന്റെ റേഞ്ചുകളിൽ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കുകൾ ക്ലോസ് ആയി പോകുന്ന സ്ഥലങ്ങളാണ്. ഇതിനകത്ത് 2 കോളേജുകൾ എടുത്തു തന്നെ പറയണം. വൺ ഈസ് മലബാർ മെഡിക്കൽ കോളേജ് കോഴിക്കോടും അടുത്തത് KMCT മെഡിക്കൽ കോളേജ് കോഴിക്കോടുമാണ്. ഇത് രണ്ടും ക്ലോസ് ആവുന്ന സമയത്ത് ഇതിന്റെ ക്ലോസിംഗ് റാങ്ക് ഒരു 7000ലേക്കായിരിക്കും വരുന്നുണ്ടാവുക. ഈ 7000ലേക്ക് ക്ലോസിംഗ് റാങ്ക് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ 2 കോളേജുകളിലും 250 സീറ്റുകൾ വീതം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കോളേജിന്റെ എണ്ണം കൂടുതലുള്ളത് കൊണ്ടാണ് മലബാറിലും KMCTയിലും ഈ പറയുന്ന പോലത്തെ ക്ലോസിംഗ് റാങ്ക് താഴെ പോകുന്നത് എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക. അപ്പോൾ നമ്മൾ കോഴിക്കോടുള്ള ഒരാളാണ്, അപ്പോൾ ക്ലോസിംഗ് റാങ്ക് കണ്ടിട്ട് നമ്മൾ ഗോകുലത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെഫിനറ്റ്ലി ഇല്ല എന്നുള്ളതാണ്. കാരണം ഗോകുലം കുറച്ചുകൂടി ബെറ്റർ റാങ്കിൽ ക്ലോസ് ചെയ്യുന്നുണ്ട്, മലബാർ കുറച്ച് താഴ്ന്ന റാങ്കിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞാലും ഗോകുലം മലബാറും ഈസ് കമ്പയറബിൾ. അപ്പോൾ നമ്മൾ നോർത്തിലേക്കുള്ള ഇപ്പോൾ കണ്ണൂർ എന്നുള്ള, കാസർഗോഡ് എന്നുള്ള, വയനാട് എന്നുള്ള, അല്ലെങ്കിൽ കോഴിക്കോട് എന്നുള്ള, മലപ്പുറത്ത് നിന്നുള്ള ഒരു കുട്ടിയൊക്കെ യു ക്യാൻ ഈസിലി പ്രിഫർ നിങ്ങളുടെ മലബാർ ഓവർ നിങ്ങളുടെ ബാക്കി കോളേജുകൾ എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. സോ കാറ്റഗറി 2 MES പെരിന്തൽമണ്ണ ഈസ് മലബാറിലുള്ള വൺ ഓഫ് ദ ജയന്റ് കോളേജാണ്. ഇത് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ക്ലോസിംഗ് അണ്ടർ 5000. സോമർവെൽ കാരക്കോണം സൗത്ത് സോണിലാണ്, നമുക്കറിയാൻ വേണ്ടി പറ്റും. സോണുകൾ എഴുതുകയാണെങ്കിൽ ഇത് നോർത്ത് സോണിലുള്ള കോളേജാണ്, സോമർവെൽ സൗത്ത് സോണിലുള്ള കോളേജാണ്, മലബാർ ഡെഫിനറ്റ്ലി നോർത്ത് സോണിലുള്ള കോളേജാണ്, ഇത് നോർത്ത് സോണിലുള്ള കോളേജാണ്. അപ്പോൾ നോർത്ത് സോണിലുള്ള കുട്ടികൾക്ക് MES പ്രിഫർ ചെയ്യാം, മലബാർ പ്രിഫർ ചെയ്യാം, ഇനി നമുക്ക് KMCT പ്രിഫർ ചെയ്യാം. ഇനി ഇതിനകത്ത് വളരെ പേഴ്സണലി ഉള്ള നമ്മളുടെ PG എൻട്രൻസിലുള്ള അനുഭവം വെച്ചുള്ള സാധനം മലബാർ മെഡിക്കൽ കോളേജിലെ കുട്ടികൾ കുറച്ചും കൂടി എക്സൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ KMCT ഓർ മലബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ പ്രിഫർ മലബാർ ആസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. കുറച്ചും കൂടി KMCTനേക്കാൾ കുറച്ചുകൂടി മേളിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മലബാറിനെ പ്ലേസ് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു കാര്യമുണ്ട്. നോർത്ത് സോൺ കോളേജാണ് ഗോകുലം, ഡെഫിനറ്റ്ലി
സൗത്ത് സോൺ ആണ്. ആൻഡ് ബിലീവേഴ്സ് ചർച്ച് തിരുവല്ലയാണ്. നമുക്ക് മിഡിൽ സോണിലും സൗത്ത് സോണിലും ഉള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനമാണ്. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. കോട്ടയം, പത്തനംതിട്ട ബോർഡർ അവിടെയായിട്ട് വരുന്ന ഒരു സാധനമാണ്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കാറ്റഗറി 1 വെച്ചതിന് ശേഷം നമുക്ക് കാറ്റഗറി 2ന്റെ ഓപ്ഷൻസ് പരിഗണിക്കാൻ വേണ്ടി പറ്റും. ഇല്ലെങ്കിൽ കാറ്റഗറി 1ന്റെ മേളിൽ കാറ്റഗറി 2ലുള്ള ഓപ്ഷൻ, ഉദാഹരണത്തിന് ഇപ്പോൾ പെരിന്തൽമണ്ണ, മലപ്പുറത്ത് വീടുള്ള ഒരു കുട്ടിക്ക് ഡയറക്റ്റ്ലി പെരിന്തൽമണ്ണ ഒന്നാമത്തെ ഓപ്ഷൻ വെക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് വർത്ത്. കാരണം അവിടെ ഒരു കാറ്റഗറി 1 കാറ്റഗറി 2 എന്നുള്ള വലിയ ഡിഫറൻസ് വരുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. കാറ്റഗറി 3 ഡെഫിനറ്റ്ലി SUT തിരുവനന്തപുരം. ഇത് ക്ലോസ് ആവുന്നത് കാറ്റഗറി 3യിലുള്ള കോളേജുകൾ ഏകദേശം ക്ലോസിംഗ് റാങ്ക് വരുന്നത് 8500 അടുത്തേക്കൊക്കെയാണ് നമ്മുടെ ക്ലോസിംഗ് റാങ്ക് വരിക. അപ്രോക്സിമേറ്റ് ആണ്. ഓരോ കോളേജിന്റെയും ക്ലോസിംഗ് റാങ്കുകൾ വ്യത്യാസം ഉണ്ടാവും. ഇതിനകത്ത് വരുന്നത് SUT തിരുവനന്തപുരം, ട്രാവൻകൂർ കൊല്ലം, PK ദാസ് പാലക്കാട്, അസീസിയ കൊല്ലം ആൻഡ് വിംസ് വയനാടാണ് വരുന്നുണ്ടാവുക. നമുക്കറിയാൻ വേണ്ടി പറ്റും ഇത് സൗത്ത് സോണിലുള്ള കോളേജാണ്. ഇതൊരു മിഡിൽ സോൺ അല്ലെങ്കിൽ നോർത്ത് സോൺ എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇത് സൗത്ത് സോണിലുള്ള കോളേജാണ്. ദിസ് ഇസ് ഡെഫിനറ്റ്ലി നോർത്ത് സോൺ കോളേജാണ് വിംസ് വയനാടാണ്. ഓർക്കുക, ട്രാവൽ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഈ പരിസരത്തുള്ള ആളുകൾക്ക് എളുപ്പമായിരിക്കും എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ കോളേജുകളിലെല്ലാം നമുക്ക് നോക്കുന്ന സമയത്ത് കാറ്റഗറി 1ന്റെ മുകളിൽ വെക്കാൻ പാകത്തിനുള്ള ക്വാളിറ്റീസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ കാറ്റഗറി 2ന്റെ മുകളിൽ വെക്കാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. ഇതിൽ എസ്പെഷ്യലി PK ദാസ് കോളേജിൽ PG സീറ്റുകൾ അതിന്റെ എണ്ണം കുറവാണ് എന്നുള്ളൊരു സാധനം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി PG അക്കാഡമിക്സും കൂടിയുള്ള കോളേജുകളൊക്കെ നോക്കുന്നത് ഭയങ്കരമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാറ്റഗറി 2ന് ശേഷം വെക്കാൻ വേണ്ടി പറ്റുന്ന ഓപ്ഷനുകളായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. കാറ്റഗറി 4 കോളേജുകൾ, ഇത് ഏറ്റവും മോശം എന്നുള്ള രൂപത്തിൽ നിങ്ങൾ കണക്കൂട്ടരുത്. ഇത് ക്ലോസ് ആവുന്നത് ഒരു 10,000ന്റെ റേഞ്ചിലായിരിക്കും. 10,000 കേരള റാങ്ക് 10,000ന്റെ റേഞ്ചിൽ ക്ലോസ് ആവുന്ന കോളേജ് മൈൻസിയോൺ പത്തനംതിട്ട. നമുക്കൊരു മിഡിൽ സോണിനോ അല്ലെങ്കിൽ സൗത്ത് സോണിനോ ഉള്ള രൂപത്തിൽ വിചാരിക്കാം. അടുത്തത് ശ്രീനാരായണ എറണാകുളം, ഡെഫിനറ്റ്ലി മിഡിൽ സോണാണ്. അല്ലസർ ഓൾസോ മിഡിൽ സോണിലുള്ള വരുന്ന കോളേജുകളാണ്. ഇത് നമുക്ക് ലാസ്റ്റിലേക്ക് വെക്കാൻ വേണ്ടി പറ്റുന്ന ഓപ്ഷനായിട്ട് വെക്കാൻ വേണ്ടി പറ്റും. ഈ ലാസ്റ്റ് വരുന്ന അതിനകത്ത് ഒരു കോളേജ് കൂടി, വൺ കോളേജ് ഐ മിസ് ദാറ്റ് തിങ്, ദാറ്റ് ഇസ് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അതും 4th അലോട്ട്മെന്റിൽ വരുന്ന ഒരു സാധനമാണ്. പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഓൾസോ കംസ് ഇൻ ദ 4th സോൺ, ഫോർത്ത് റൗണ്ടിലേക്ക് വരുന്ന സാധനങ്ങളാണ് എന്നുള്ളതാണ്. യു ക്യാൻ പുട്ട് ഇൻ ദ ലാസ്റ്റ് ഓപ്ഷനിലേക്ക് വെക്കാൻ വേണ്ടി പറ്റുന്ന 4 ലെയറുകളാണ്. അപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ടോട്ടൽ 4 ലെയറുകളായിട്ട് തിരിക്കുകയാണെങ്കിൽ ഏറ്റവും മേലത്തെ ലെയറിൽ നമുക്ക് നമ്മളുടെ ജൂബിലി, അമല, MOSC ആൻഡ് പുഷ്പഗിരി നമുക്ക് കിട്ടുന്നുണ്ടാവും. രണ്ടാമത്തെ ലെയറിലേക്ക് വരുമ്പോൾ അവിടെയാണ് കൂടുതൽ കോളേജുകളുള്ളത്. ഈ ഒന്നിന്റെ മേളിൽ 2നെ നമുക്ക് വേണമെങ്കിൽ വെക്കാം, തടസ്സമൊന്നുമില്ല. നമ്മുടെ ട്രാവൽ, ലൊക്കേഷൻ, ബാക്കി ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പരിഗണിച്ചതിന് ശേഷം ചെയ്താൽ മതിയാവും എന്നുള്ളതാണ്. അതിനകത്ത് വരുന്നത് MES വരുന്നുണ്ട്, സോമർവെൽ വരുന്നുണ്ട്, മലബാർ വരുന്നുണ്ട്, KMCT വരുന്നുണ്ട്, ഗോകുലം, ബിലീവേഴ്സ് ചർച്ച് വരുന്നുണ്ട്. മലബാർ ഓർ KMCT ഡെഫിനറ്റ്ലി ഐ ചൂസ് ഫോർ മലബാർ. കാരണം രണ്ടും ഏകദേശം ഓരോ ലൊക്കേഷനാണ് ആൻഡ് ബെറ്റർ. നമുക്ക് കണ്ടുവരുന്ന കുട്ടികളുടെ ഒരു പ്രത്യേകതയിൽ സാധനങ്ങളാണ് പറയുന്നുണ്ടാവുക. കാറ്റഗറി 3 കോളേജസ് അത് നോക്കുന്ന സമയത്ത് SUT, ട്രാവൻകൂർ മെഡിസിറ്റി, PK ദാസ് കോളേജ്, അസീസിയ ആൻഡ് വിംസ് ആയിരിക്കും വരുന്നുണ്ടാവുക. കാറ്റഗറി 4 എക്സ്ട്രീംലി ബാഡ് എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇറ്റ്സ് ഓൾസോ ഗുഡ് കോളേജ്. നിങ്ങളുടെ ഓപ്ഷൻ അവിടെയാണ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ചൂസ് ദാറ്റ് തിങ്. മൗണ്ട് സിയോൺ പത്തനംതിട്ട, ശ്രീനാരായണ എറണാകുളം, അല്ലസർ ആൻഡ് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നുള്ളതായിരിക്കും ഇതിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്ന് വരുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു പ്രിഫറൻസ് ഓർഡർ. ഈ പ്രിഫറൻസ് ഓർഡറിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ വീടിന്റെ ലൊക്കേഷനും ബാക്കി കാര്യങ്ങളും കൂടി പരിഗണിച്ചതിന് ശേഷം നോർത്ത് സോൺ, മിഡിൽ സോൺ, സൗത്ത് സോൺ എന്നുള്ള രൂപത്തിൽ ട്രാവൽ ഫെസിലിറ്റികൾ കൂടി പരിഗണിക്കുന്നത് ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഫോർ യു. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ വളരെ മോശമായിരിക്കുമോ, ഗവൺമെന്റിൽ കിട്ടാത്തതിന്റെ വിഷമത്തിലാണ് ഒരുപാട് കുട്ടികൾ ഉണ്ടാവുക. സെൽഫ് ഫിനാൻസിങ് കോളേജ് പോയി കഴിഞ്ഞാൽ വളരെ മോശമാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി ഇത് സെൽഫ് ഫിനാൻസിങ് എടുക്കുന്ന ആളുകൾക്കുള്ള മോട്ടിവേഷൻ ആയിട്ട് കാണണം. നീറ്റ് പഠിക്കുന്ന ആളുകൾക്കുള്ള മോട്ടിവേഷൻ അല്ല, സെൽഫ് ഫിനാൻസിങ് എടുക്കുന്ന ആളുകൾക്കുള്ള മോട്ടിവേഷനാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പഠിച്ച കുട്ടികൾക്ക് PG എൻട്രൻസിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടി പെർഫോമൻസ് കൂടുതൽ കിട്ടുന്നത് പോലെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്ന സാധനം എന്താ വെച്ചാൽ അവിടുത്തെ അക്കാഡമിക്സ് ഒരിക്കലും മോശമല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരിക്കലും വളരെ മോശം അക്കാഡമിക്സ് ആണ്, വളരെ മോശം സിസ്റ്റം ആണ് എന്നുള്ള രൂപത്തിൽ പറയരുത്. ഈ സെൽഫ് ഫിനാൻസിങ്ങും നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റവും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റം എന്ന് വെച്ചാൽ ഈ സെൽഫ് ഫിനാൻസിങ്ങുള്ള കോളേജുകളിൽ ബേസിക്കലി അവിടെ അക്കാഡമിക് വർക്ക് ലോഡ്, അല്ലെങ്കിൽ പേഷ്യന്റിനെ നോക്കുന്ന വർക്ക് ലോഡ് സാറുമാർക്ക് കുറവായതുകൊണ്ട് സാറുമാർ എസ്പെഷ്യലി മാനേജ്മെന്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചധികം കുട്ടികളുടെ കാര്യത്തിൽ ഇൻവോൾവ് ആയിരിക്കും എന്നുള്ളതാണ്. സോ ഇറ്റ് വിൽ ബി മോർ ലൈക്ക് കുറച്ചും കൂടി ഒരു സ്കൂൾ ഫെസിലിറ്റി പോലെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. യു വിൽ ബി ഗെറ്റിംഗ് ഫ്രീക്വന്റ് എക്സാംസ് കൃത്യമായിട്ട് നടത്തുന്നുണ്ടാവും. അതിന്റെ ആൻസർ പേപ്പർ വാല്യൂ ചെയ്ത് തരുന്നുണ്ടാവും. കാരണം അവിടുത്തെ ഫെയിലിയർ റേറ്റ് അവരെ ബാധിക്കുന്ന കാര്യമാണ്. ഒരിക്കലും ആളും ഫെയിൽ ആവരുത് എന്നുള്ളത് കോളേജിന്റെ ഉത്തരവാദിത്തമാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ വന്നിട്ട് സപ്പോസ് ഇഫ് യു ആർ ഫെയിലിംഗ്, കോളേജിന് പ്രത്യേകിച്ച് ഇമോഷൻസ് ഒന്നും ഉണ്ടാവില്ല.
അതിനകത്ത് നമ്മളെ പറ്റി ചിന്തിച്ചിരിക്കുന്ന സാറുമാരുടെ എണ്ണവും വളരെ കുറവായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എക്സാംസിന്റെ കാര്യത്തിൽ ഭയങ്കര ഇതായിരിക്കും. ആൻഡ് അറ്റൻഡൻസിന്റെ കാര്യത്തിൽ അറ്റൻഡൻസ് അത് ഇപ്പോൾ പേരൻസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികളെ കോളേജിൽ വിടുന്നത് അറ്റൻഡൻസിന് വേണ്ടി അല്ലേന്ന് ആലോചിക്കുമ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അറ്റൻഡൻസ് അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് ചെക്ക് ചെയ്യലൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരു കുട്ടി ഒരു മാസം വന്നില്ല എന്നുണ്ടെങ്കിലും സാറുമാർ അറിയാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തത്തിലാണ് നമ്മളവിടെ കോളേജിൽ പോകേണ്ടത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അറ്റൻഡൻസ് ഒരു ദിവസം വന്നില്ല, 2 ദിവസം വന്നില്ല, കുറച്ച് ക്ലാസ്സുകൾ ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രിൻസിപ്പളുടെ ഓഫീസിൽ നിന്ന് ഇറക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് കോൾ വരാനും ബാക്കി കാര്യങ്ങളുണ്ട്. സോ നമുക്ക് പറയാൻ വേണ്ടി പറ്റും സെൽഫ് ഫിനാൻസിങ് സാധനം ഇസ് ലൈക്ക് മോർ സിസ്റ്റമാറ്റിക് ആണ്. കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് കുട്ടികളെ നോക്കുന്ന രൂപത്തിൽ കുറച്ചും കൂടി ഒരു സ്കൂൾ ലെവലിൽ കുട്ടികളെ നോക്കുന്ന സാധനമാണ്. സോ ഫൈനലി വരുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഗിവിങ് കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട്സ് തരുന്നുണ്ട്. ബെറ്റർ എന്ന് പറയുന്ന സമയത്ത് വളരെ ബെറ്റർ ആണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ തീരെ പോരാ എന്നുള്ള രൂപത്തിൽ നിങ്ങൾ ഒരിക്കലും കാണരുത്. ഇനി തിരിച്ച് ഗവൺമെന്റ് കോളേജിലേക്ക് വരുന്ന സമയത്ത് ദിസ് ഈസ് റിയലി കോളേജ് തന്നെയാണ്. നമുക്ക് മോർ റെസ്പോൺസിബിലിറ്റി ടു സ്റ്റുഡന്റ് ആണ് റെസ്പോൺസിബിൾ ഫോർ എവറിത്തിങ്. സ്റ്റുഡന്റ് ഈസ് റെസ്പോൺസിബിൾ. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും ബാക്കി കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ടുണ്ട്. അങ്ങനത്തെ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്ന കുട്ടികൾ ഡെഫിനറ്റ് ആയിട്ടും എന്ത് വരും എന്ന് വെച്ചാൽ ദേ വിൽ ഗോ ഇൻ ദ എക്സലന്റ് ലെവൽ. കാരണം കുറച്ചുകൂടി പേഴ്സണൽ ഗ്രോത്തിനുള്ള വകുപ്പുണ്ട് കോളേജിലുള്ള. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് മെസ്സ് പോലെയുള്ള സംഗതികളൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള അവസരങ്ങൾ വരെ കുട്ടികളെ ഏറ്റെടുത്ത് ചെയ്യുന്നതൊക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അതൊരു കുറച്ചും കൂടി പേഴ്സണൽ ഗ്രോത്തും ഡെവലപ്മെന്റ് ഒക്കെ വരുന്ന രൂപത്തിൽ എക്സലന്റ് റിസൾട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ആൻഡ് ഇവിടെ ബെറ്റർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ബാഡ് എന്ന് വിചാരിക്കരുത് കേട്ടോ. ഇറ്റ് ഈസ് ഗുഡ് റിസൾട്ട്സ്, വെരി ഗുഡ് റിസൾട്ട്സ്. PG എൻട്രൻസിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി തിയറി നോളജ് കൂടുതലുണ്ടാവുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി ഈ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നിന്ന് വന്ന ആൾക്കാരെ പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ പ്രാക്ടിക്കൽ സെൻസും മറ്റു കാര്യങ്ങളിലൊക്കെ പക്ഷേ പ്രാക്ടിക്കൽ സെൻസ് എന്ന് പറയുമ്പോഴും ഈ കുട്ടികൾ എത്രത്തോളം ഗവൺമെന്റ് കോളേജിൽ ഇൻവോൾവ് ആയിട്ട് പഠിക്കുന്നു എന്നുള്ളത് കുട്ടികളുടെ പേഴ്സണൽ മാറ്റർ ആണ് എന്നുള്ളൊരു കാര്യമുണ്ട്. മറ്റൊടത്ത് കുറച്ചും കൂടി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇടപെടുന്നതുള്ള ഒരു സാധനമുണ്ട്. അപ്പോൾ കുട്ടികൾ ചോദിക്കുന്നുണ്ടാവും, സാർ അപ്പോൾ ഇത് മൊത്തം പഠിപ്പിക്കലായിരിക്കും? അങ്ങനെയല്ല. അടിപൊളി പരിപാടികളും സാധനങ്ങളും കോളേജ് ലൈഫും മറ്റ് സംഗതികളൊക്കെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ കിട്ടും, ഈക്വലി അവൈലബിൾ ആണ്. പക്ഷെ അവിടെ കുറച്ചുകൂടി ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇടപെട്ട് അപ്പോൾ നിങ്ങളിപ്പോൾ സെൽഫ് ഫിനാൻസിങ് കിട്ടിയിരിക്കുന്ന ആൾക്കാർ ആകെ വിഷമിച്ച് എൻ്റെ ജീവിതം ഏകദേശം നശിച്ചു എന്നുള്ള രൂപത്തിലൊന്നും വിചാരിക്കേണ്ട. ഇറ്റ് ഈസ് ഗുഡ്. അടിപൊളിയായിട്ട് പോവുക, നല്ല നൈസായിട്ട് നല്ല കിടിലനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക, എടുക്കുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ നീറ്റ് പഠിക്കുന്ന ഒരു കുട്ടീനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതൊരിക്കലും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നീറ്റ് പഠിക്കുന്ന കുട്ടികളെ എല്ലായ്പ്പോഴും ഗവൺമെന്റ് കോളേജിന് വേണ്ടി തന്നെയാണ് പഠിക്കേണ്ടതും വർക്ക് എടുക്കേണ്ടതും കാര്യങ്ങളൊക്കെ. കാരണം ഗവൺമെന്റ് കോളേജിൽ പോകുന്നതിന് അതിൻ്റെതായ അഡ്വാൻറ്റേജുകൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ പറഞ്ഞു കൊടുക്കുക. ബട്ട് വൺസ് നിങ്ങൾ നീറ്റ് കഴിഞ്ഞ് റിസൾട്ട് ഒക്കെ കിട്ടി സെൽഫ് എടുക്കേണ്ട ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ടേക്ക് ദാറ്റ് തിങ്. ഇറ്റ് ഈസ് നോട്ട് എ വെരി ബാഡ് ഓപ്ഷൻ എന്നുള്ള രൂപത്തിൽ ആലോചിച്ച് നോക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തൊരു കാര്യം ഫീസാണ്. ഫീസിനെ പറ്റി പറയുമ്പം ഈ വർഷത്തെ ഫീസ് എക്സാക്ട് ഫീസ് എന്ത് ചെയ്തിട്ടില്ല, പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് നമുക്ക് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന് വരുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും എന്നുള്ളത്. പക്ഷെ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ വർഷത്തെ ഫീസ് ഏകദേശം 8 lakhs to 8.5 lakhs ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ ഫീസ് എന്തായാലും വർധനവ് ഉണ്ടാകും. എത്രയോ പെർസെൻറ്റേജ് തന്നെ കൃത്യമായിട്ട് വർധന ഉണ്ടാവും എന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് ഈ വർഷത്തെ ഫീസ് 9 to 9.5 lakhs ആയിരിക്കും പെർ ഇയർ ഫീസ്. ഓരോ വർഷവും നമ്മൾ അടയ്ക്കേണ്ട ഫീസ് വരുന്നുണ്ടാവുക. ഇത് എന്ത് ഫീസാണെന്ന് വെച്ചാൽ ഇത് അക്കാഡമിക് ഫീസ് മാത്രമാണ്. നമ്മളുടെ അക്കാഡമിക്കലി എന്ന് പറഞ്ഞാൽ ഓരോ കോളേജിലും ഓരോ വർഷത്തിലും നമ്മൾ അടയ്ക്കേണ്ട ഫീസാണ്. ഈ ഫീസ് നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത് 5 വർഷത്തേക്കാണ്. പക്ഷേ ഇത് മാത്രമാണോ ഫീസ് എന്ന് വെച്ചാൽ അല്ല. ദിസ് ഈസ് ലൈക്ക് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ദിസ് ഈസ് ട്യൂഷൻ ഫീസാണ്. ഈ 9 to 9.5 lakh എന്നൊക്കെ പറയുന്ന സാധനം ട്യൂഷൻ ഫീസാണ്. അതിൻ്റെ കൂട്ടത്തിൽ വി ഹൗ ടു ഫേ സംതിങ് കോൾഡ് സം സ്പെഷ്യൽ ഫീസ്. സ്പെഷ്യൽ ഫീ എന്ന് പറയുന്നത് ഞാൻ ഒറ്റ ഹെഡിങ്ങിൽ പറഞ്ഞേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് ഹോസ്റ്റൽ ഫീസ്, മെസ് ഫീസ്, വാൻ ഫീസ്, ലൈബ്രറി ഫീസ്, മിസ്സലേനിയസ് ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ഫീസുകൾ വരാറുണ്ട്. ഈ ഫീസിന്റെ റേറ്റ് അത് ഓരോ കോളേജിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒന്ന് എൻക്വയറി ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇത് അലോട്ട്മെന്റ് തുടങ്ങുന്ന സമയത്തേക്ക് കോളേജുകൾ തന്നെ പറയുന്നുണ്ടാവും. ദിസ് വിൽ ബി ഓൾമോസ്റ്റ് അറൌണ്ട് ഒരു 2 lakhs എങ്ങനെയും വരുന്നുണ്ടാവും. ചില കോളേജുകളിൽ 1.5 lakh ആയിരിക്കും, ചിലപ്പോൾ 2 ആയിരിക്കും, ചിലപ്പോൾ 2.5 വരേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. സോ ഇത് രണ്ടും കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ ടോട്ടൽ ഫീസ് വരുന്നുണ്ടാവുക. സോ ടോട്ടൽ ഫീസ് വരുന്നത് നമുക്കറിയാൻ വേണ്ടി പറ്റും ഈ 9 to 9.5 ഇവിടെ ഒരു 1.5 എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു 11 lakhs ഒക്കെ ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് ഓരോ കോളേജിലെ ഫീസ് നമുക്ക് വ്യത്യാസമുണ്ട്. റൗണ്ട് ഫിഗർ ആയിട്ട് ഒരു 11 ലക്ഷം രൂപ പെർ ഇയർ എന്നുള്ള രൂപത്തിൽ വേണ്ടി വരും. ഇത് നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത് കോഴ്സ് 4.5 വർഷമാണ്. പക്ഷേ വി ഹാവ് ടു പേ ഇറ്റ് 5 times, 5 തവണ 5 വർഷത്തിലേക്ക് നമ്മൾ അടയ്ക്കേണ്ടി വരും. കോഴ്സ് 4.5 വർഷമാണ്, 5 തവണ അടയ്ക്കേണ്ടി വരും. സോ ടോട്ടൽ ഇറ്റ് വിൽ ബി 5 വർഷം കൊണ്ട് 55 ലക്ഷം രൂപയുടെ അടുത്തേക്ക് വരുന്നുണ്ടാവും. സോ ഇതാണ് ഫീസിനെ പറ്റി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിനകത്ത് എനിക്ക് ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം, ഒരുപാട് പേരൻസും ഒരുപാട് കുട്ടികളും ഒക്കെ ചെയ്യാറുള്ള കാര്യമാണ്. നമ്മളുടെ വീട്ടിൽ നിങ്ങൾ ഇതിനകത്ത് ഡിപ്പെൻഡ് ചെയ്യേണ്ടായിരുന്നു. നമ്മളുടെ വീട്ടിൽ വളരെ ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഇത്ര പൈസ മൊബിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മളുടെ കുടുംബം പട്ടിണിയിലാണ്, അല്ലെങ്കിൽ കുടുംബത്തിന്റെ ആധാരം പണയം വെക്കേണ്ടി വരും.
അല്ലെങ്കിൽ നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല, വലിയ കടങ്ങൾ എടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ ഒരു കോഴ്സിന് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പഠിക്കുന്ന കുട്ടിയിലും ഫാമിലിയിലും ഒക്കെ നല്ല സ്ട്രെസ്സറായിട്ട് നിൽക്കാനും ആ സ്ട്രെസ്സിൽ നിന്ന് വെളിയിൽ വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുറച്ചധികം സമയം എടുക്കാനൊക്കെ കാരണമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഈ പൈസ വലിയ കുഴപ്പമില്ലാത്ത രൂപത്തിൽ, ഇതിന്റെ പകുതി പൈസയെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രൂപത്തിൽ മൊബിലൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്ന ആൾക്കാർക്ക് നമുക്കിത് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള സാധനം. വൈ? ബിക്കോസ് MBBS കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കുട്ടിയുടെ ഭാവിക്ക് എന്താവും? ഒന്നും സംഭവിക്കില്ല. ഇറ്റ് ഈസ് നോട്ട് MBBS ദാറ്റ് ഈസ് ഡിസൈഡിങ് അവർ കുട്ടിയുടെ ഭാവി. നമ്മുടെ കുട്ടിയുടെ ഭാവിനെ ഡിസൈഡ് ചെയ്യുന്നുണ്ടാകും കുട്ടിയുടെ വിൽ പവറും കുട്ടിയുടെ ആത്മാർത്ഥതയും മുന്നോട്ട് പോകുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. നമുക്ക് MBBS ഇല്ലാത്ത ഒരു കോഴ്സ് പോലും പഠിക്കാത്ത, മേ ബി പ്രൊഫഷണൽ കോളേജുകൾ കണ്ടില്ലാത്ത ആൾക്കാർ തന്നെ വളരെ അടിപൊളിയായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. സോ അധ്വാനം എന്ന് പറയുന്നത് ഇസ് ഓൾവേസ് നമ്മുടെ ലൈഫിന്റെ പാർട്ടായിട്ട് തന്നെ നിൽക്കുന്ന സാധനമാണ്. ഇനി MBBS കിട്ടിക്കഴിഞ്ഞാൽ അധ്വാനിക്കണ്ട എന്നാണോ? അങ്ങനെയല്ല. MBBS കിട്ടിക്കഴിഞ്ഞാലും ഇനി MBBS എടുക്കാത്ത ആൾക്കാർ അധ്വാനിക്കുന്നത് പോലെ തന്നെ അധ്വാനിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഫീസിന്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെ കാര്യങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതാണ് ഈ വീഡിയോന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ട് നമുക്ക് പറയാനുണ്ടായിരുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് പ്രിഫറൻസ്, രണ്ട് MBBS ഗവൺമെന്റ് വേഴ്സസ് സെൽഫ് ഫിനാൻസിങ്, മൂന്നാമത്തെ കാര്യം അതിന്റെ ഫീ സ്ട്രക്ചർ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സെൽഫ് ഫിനാൻസിങ് കോളേജ് എടുക്കുന്നത്? നിങ്ങളുടെ അത്രയും വലിയൊരു ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു ദാറ്റ് തിങ്. ഇനി ഒരു ഫൈനൽ തോട്ടും കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. സപ്പോസ് നിങ്ങൾ ഒരു വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്ത ആളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാത്ത ആളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആലോചിക്കുക, ഒരു വർഷം കൂടി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തുകൂടെ എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് വളരെ സീരിയസ് ആയിട്ട് വെക്കാവുന്ന ഒരു കാര്യം. 1 അനദർ ഇയർ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മുടെ ലാസ്റ്റ് ഇയറിന്റെ പ്രിപ്പറേഷൻ, നീറ്റ് 2025 വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ ലാസ്റ്റ് ഇയറിന്റെ പ്രിപ്പറേഷൻ നമ്മളൊന്നും വൃത്തിയായിട്ട് അനലൈസ് ചെയ്ത് നോക്കുക. നമ്മൾ ക്ലാസ്സുകൾ കണ്ട രീതി, എല്ലാ ക്ലാസ്സുകളും കണ്ടിരുന്നു. നമ്മൾ അതിന്റെ നോട്ടുകൾ എഴുതിയെടുത്ത രീതികൾ. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ കുട്ടികൾക്കൊക്കെ നോട്ടുകൾ എഴുതിയിട്ടേ ഇല്ല. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവിടെ കംപ്ലീറ്റ്ലി സ്ലൈഡുകൾ കൊടുക്കുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയല്ല. നോട്ട് എഴുതുക എന്നുള്ളത് പഠനത്തിന്റെ ഒരു രീതി. എല്ലാത്തിനെയും നോട്ടുകൾ നമ്മൾ കൃത്യമായിട്ട് എഴുതിയിരുന്നു. എല്ലാത്തിനും ഷോർട്ട് നോട്ട് ഓൺ ദ ഗോയിൽ. ഇത് ഷോർട്ട് നോട്ട് പഠിക്കുന്ന സമയത്ത് തന്നെ ചെയ്യുന്ന സാധനമല്ല. ഓൺ ദ ഗോയിൽ പരീക്ഷയുടെ സമയത്തേക്കൊക്കെ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നു. ഓരോ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് എനഫ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നു. എനഫ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് പറയുമ്പോൾ നമ്മൾ ഡോപ്പയിൽ പറഞ്ഞു കൊടുക്കുന്ന നമ്മളൊരു ഇൻസൈഡ് മെത്തേഡാണ്. ബട്ട് വീഡിയോയിൽ പബ്ലിക്കായിട്ട് പറയാണ്, വി വിൽ ബി പ്രാക്ടീസിങ് കുട്ടികളെ 300, 400 കുട്ടികൾ ക്വസ്റ്റ്യൻ ഒക്കെ വീതം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഡെയിലി ക്വസ്റ്റ്യൻ പ്രാക്ടീസിനെ ഓറിയന്റ് ചെയ്തിട്ടാണ് നമ്മുടെ കോച്ചിങ് സ്റ്റൈൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഇങ്ങനെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിരുന്നു. 100% എക്സാം അറ്റൻഡൻസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിച്ച് നോക്കുക. എക്സാം അറ്റൻഡൻസ് ഉണ്ടോ? അത് പോസ്റ്റ് എക്സാം അനാലിസിസ് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ? പോസ്റ്റ് എക്സാം അനാലിസിസ്, എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനെ അനാലിസിസ് ചെയ്ത് തെറ്റുപറ്റിപ്പോയ ഏരിയകൾ കണ്ടുപിടിക്കുകയും അത് വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടോ? കൃത്യമായിട്ട് വളരെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള റിവിഷൻ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഓരോന്ന് പെർസെൻറ്റേജ് നോക്കുക. ഇതിനകത്തുള്ള ഒരു സാഡ് സാധനം എന്താണെന്ന് വെച്ചാൽ, ചില എൻട്രൻസ് കോച്ചിങ് സെന്ററുകളിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല എന്നുള്ളൊരു കാര്യങ്ങളാണ് ഉള്ളത്. അവിടെ ചില സെന്ററുകളിൽ തന്നെ, ഇനി ചില സെന്ററുകളിൽ ഇതെല്ലാം ഉണ്ട്, പക്ഷെ നമ്മുടെ കുട്ടികൾ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ചെയ്യാത്ത കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തിങ്ക് അബൌട്ട് 1 more year പറ്റുമോ എന്നുള്ള കാര്യം. ഒരു 3 വർഷം റിപ്പീറ്റ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. ഒരു 3ാമത്തെ വർഷം പോകണം എന്നുള്ളതൊക്കെ പറ്റി അത് വളരെ പേഴ്സണൽ ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. 2ാമത്തെ വർഷം പോകുന്നത് തന്നെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് യു ക്യാൻ ഡിസൈഡ്. ലൈക്ക് ഇത് നമ്മളുടെ ഡിഫറൻസ് ഉണ്ടാക്കി എടുക്കുന്നത്. കേരളത്തിൽ ഗവൺമെന്റ് MBBS പഠിക്കാനാണെങ്കിൽ നമുക്ക് ആകെ ചെലവഴിക്കുന്ന പൈസ ഒരു 1 ലക്ഷം രൂപ, 1.25 ലക്ഷം രൂപയുടെ അടുത്താണ് ടോട്ടൽ ഫീസ് ഇനത്തിൽ നമുക്ക് ചെലവഴിക്കാൻ വേണ്ടി വരിക. നമ്മുടെ ടോട്ടൽ എക്സ്പെൻസിന് വീണ്ടും ഈ പറയുന്ന ഒരു 1.25 ലക്ഷം രൂപയുടെ 2 ലക്ഷം രൂപയ്ക്ക് നമുക്ക് MBBS തീരുകയും ഫൈനൽ ഇന്റേൺഷിപ്പിന്റെ സമയത്ത് ഒരു 3-4 ലക്ഷം രൂപ നമുക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന പോലത്തെ ഒരു കാര്യമാണ് ഗവൺമെന്റിൽ പഠിക്കുക. ഇവിടെ ഒരു 55 lakhsന്റെ അടുത്ത് അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മൾ പറയുകയാണ്, നമ്മുടെ കുട്ടികൾക്ക് ഇതിന് മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ലെറ്റ് ദം വൺസ് അഗൈൻ ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന ദിവസം ജൂലൈ 27-ാം തീയതിയാണ്. ഇനി അങ്ങോട്ടേക്ക് ഈ അഡ്മിഷൻ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സമയം വൈകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സിലേക്ക് മുന്നോട്ട് വരും. ഞാൻ ഡോപ്പനെ പറ്റിയിട്ട് നിങ്ങളോട് ഒന്ന് അറിയിക്കുകയാണ്. ഡോപ്പ നമ്മൾ അത്രയധികം കമ്മിറ്റഡ് ആയിട്ട് കുട്ടികളുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. ബേസിക്കലി ഒരാളാണെന്ന് പറയുമ്പോൾ ഞാനല്ല, ഒരു സ്ഥാപനമാണ്. കുട്ടികളുടെ കൂടെ എല്ലാ ദിവസവും രാവിലെ ഉണ്ടാവും. എവറി ഡേ മോർണിംഗ് കുട്ടികൾക്ക് കൃത്യമായിട്ട് എങ്ങനെ പഠിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ തന്നെ മോസ്റ്റ് ഓഫ് ദ ഡേയ്സിൽ ഞാൻ തന്നെ ആയിരിക്കും. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മുടെ മറ്റ് ഡോക്ടേഴ്സ് ആയിരിക്കും. ഓരോ കുട്ടിക്കും മെഡിക്കോ മെൻറ്റേഴ്സ് ഉണ്ട്, കോർഡിനേറ്റേഴ്സ് ഉണ്ട്, ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാം, ഹാർഡ് വർക്കിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് നിങ്ങൾക്ക് 1ാം റാങ്ക് വാങ്ങാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുന്നുണ്ടാവും. വളരെ കുറഞ്ഞ സീറ്റുകൾ, ലാസ്റ്റ് ബാച്ച് അടക്കം ഓപ്പൺ ആയി. ഇന്നലെയാണ് ലാസ്റ്റ് ബാച്ചിന്റെ അഡ്മിഷൻ നടക്കുന്നത്. ഈ ലാസ്റ്റ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഈ ഒരു 3-4 ദിവസം കൂടി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫില്ലാവുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക.
ആൻഡ് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ടാവും. താങ്ക് യു സോ മച്ച് ആൻഡ് വിൽ മീറ്റ് യു ഓൺ അനദർ വീഡിയോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴത്തേക്ക് ചോദിക്കുക. താങ്ക് യു സോ മച്ച്.